എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയമെന്ന് പറയുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉള്ളൊരു സ്വഭാവത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഉറക്കമുണരുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഉണരുക. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉണരുന്നവരാണ് നിങ്ങളെങ്കിൽ ആ പ്രവണത അത്ര നല്ലതാണോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കേൾക്കുക. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഉണരുമ്പോൾ കുറച്ച് ദോഷങ്ങൾ നമുക്ക് വന്നു ഭവിക്കും. അത് നമ്മുടെ പോസിറ്റീവ് എനർജി നശിപ്പിക്കും. ഒരു പുതിയ ദിനത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം? നമ്മൾ പങ്കാളിയുമായി നല്ല സ്നേഹ പ്രകടനത്തോടു കൂടി എഴുന്നേൽക്കുക. അതുപോലെ തന്നെ നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് സന്തോഷം കിട്ടും. എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ഉണരുമ്പോൾ നമ്മൾ നല്ലൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഉണരുക. അത് വളരെ ശ്രദ്ധിക്കുക. ചില വീടുകളിലെ കാഴ്ച എങ്ങനെയാണെന്ന് പറയാം. അത് രാവിലെ ഉണരുമ്പോൾ തന്നെ പങ്കാളി, ഇപ്പോൾ ആണോ പെണ്ണോ ആരെങ്കിലും, സ്വഭാവ ദൂഷ്യം എല്ലാവർക്കും ഉണ്ടാകുമല്ലേ. പുരുഷനും ഉണ്ടാവും, സ്ത്രീക്കും ഉണ്ടാവും. അപ്പോൾ ഉണരുമ്പോൾ തന്നെ അടുത്ത വീട്ടിലുള്ളവരുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുറ്റം പറയുക, അതുമല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കുറ്റം പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം, ഉറക്കച്ചടവൊക്കെ മാറ്റി ഉണരുന്നത്. അത് ശരിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എല്ലാ ദിവസവും ഉണർന്നു വരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഇത് ദോഷം ചെയ്യും എന്ന് ഉള്ളതിൻ്റെ 5 കാര്യങ്ങളാണ് ഞാനിന്നിവിടെ കാര്യമെന്ന് പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്വഭാവ ദൂഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും. പിന്നെ ഒരു ദിവസം ഉണർന്നു വരുമ്പോഴാണല്ലോ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചും പറഞ്ഞും ഒക്കെ ഉണരുന്നത്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ്സ് നഷ്ടപ്പെടും. രണ്ടാമതായി പറയുന്നത്, നിങ്ങൾക്കറിയാമോ, നമ്മുടെയൊക്കെ ഹൃദയമെന്ന് പറയുന്നത് രാവിലെ ഉണരുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടൊരു സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ ഈ സ്പോഞ്ചിൽ നമ്മൾ രാവിലെ ഉണരുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അത് വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്ത് അത് സ്റ്റോർ ചെയ്യും. അതാണ് അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ഡൗൺ ആയി പോകുന്നത്. എല്ലാ ഊർജ്ജസ്വലതയും പോയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വ്യാകുലതകൾ, ആ ചിന്തകൾ ഇങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. നമ്മളറിയുന്നില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് പ്രകടമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ, നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഈ ഒരു നെഗറ്റീവ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ കുട്ടികളോട് ദേഷ്യം, അവരെ ചോദിക്കുന്നതിന് ശരിയായ മറുപടി കൊടുക്കാൻ പറ്റില്ല, പിന്നെ സമയത്ത് നമ്മളുടെ പണികൾ തീരില്ല, നമ്മൾ ചെയ്യുന്നതിനെല്ലാം തടസ്സം, തെറ്റുകൾ, കുറ്റങ്ങൾ. അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നല്ലൊരു ഫുഡ് പോലും നമുക്ക് റെഡിയാക്കാൻ സാധിക്കില്ല. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തളർത്തുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കം നിങ്ങൾ സ്വയം നശിപ്പിക്കുകയാണ്. എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമുണ്ടായില്ല, പിന്നെ ഒരു വഴക്ക് വേണ്ട, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം അതിലൂടെ ഉണ്ട്, ഞാൻ കേട്ടില്ല എന്ന് വെച്ചിട്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അല്ലെങ്കിൽ ഹസ്ബൻഡാണ്, ഭാര്യ പറയുമ്പോൾ ഹസ്ബൻഡ് ഓർക്കും, ഇങ്ങനെ ഓർക്കും, എന്താ നമ്മളെന്തിനാണ് അവൾ പറയുന്നത്, അവൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടല്ല, അതങ്ങ് കേട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പുള്ളി അങ്ങ് കേട്ട് സഹിക്കുകയായിരിക്കും. അതുപോലെ ഹസ്ബൻഡാണ് പറയുന്നതെങ്കിൽ ഭാര്യയും ഇത് കേട്ട് സഹിക്കുകയായിരിക്കും. അപ്പോൾ
ഇത് വരുമ്പോഴെന്താണ്, ഇവർ മാനസികമായിട്ട് അകലുകയാണ്. ഉണരുമ്പോൾ തന്നെ ഒരു ഭയത്തോടായിരിക്കും ഇവർ ഉണരുന്നത്. ഓ, ഇവളിന്ന് എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഇന്ന് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ദാമ്പത്യത്തിൽ വളരെ വിള്ളലുണ്ടാക്കും. കാരണം എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യവും പറഞ്ഞിരുന്ന് നമ്മുടെ ആ ഒരു സന്തോഷത്തെ കെടുത്തുന്ന ഒരു പങ്കാളിയോടൊപ്പം ഇരിക്കാൻ ഒരാളും താല്പര്യപ്പെടില്ല. അപ്പോഴവരെന്താണ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുക. പൂച്ചെടികൾ, ഇപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് പോവുക. ഹസ്ബൻഡ്, ഞാൻ ദേ നട്ട് വളർത്തിയ ചെടി കണ്ടോ, അവിടെ നിന്ന് ഒരു ചെടി എടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ചെടിയൊക്കെ കൊണ്ടുപോയിട്ട് നീ സൂക്ഷിക്കുമോ എന്നൊക്കെ. എന്താണ്ട് ആ ചെടിയാണിത്, ഇതിലതിൻ്റെ പൂ കണ്ടോ, അല്ലെങ്കിൽ അതിനകത്തെ കാ കണ്ടോ എന്നൊക്കെ വിളിച്ചിട്ട്, ഇപ്പോൾ സന്ധ്യാനേരമാണെങ്കിലും കുറച്ച് രാത്രിയായിട്ടാണ് ഹസ്ബൻഡ് കയറി വരുന്നതെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം കാണിച്ച് അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ വരുമ്പോഴേ തന്നെ ഇന്ന് ഓഫീസിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അയൽക്കാരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ കുറിച്ച് പറയുന്ന ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ സുഖനിദ്രയിലായിരിക്കും. ഇതൊന്നും അറിയുന്നില്ല. അവർ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ആയിട്ട് പ്രകൃതിയൊക്കെ കണ്ട് അല്ലെങ്കിൽ ചെടിക്ക് നനച്ചു ഒക്കെ രാവിലെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഒക്കെ എഴുന്നേൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾ ഈ കാര്യവും പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ പോസിറ്റീവ് നഷ്ടപ്പെടുന്നത്. അവരവിടെ സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞു പോയത് പോയി. ചിലർ ഭർത്താവ് പറയുമ്പോൾ ഭാര്യ മിണ്ടായിരിക്കും. കാരണം ഒരു വഴക്ക് വേണ്ട, കേട്ടേക്കാം. അല്ലെങ്കിൽ ഭാര്യ പറയുമ്പോൾ ഭർത്താവ്, മിക്കവാറും സ്ത്രീകളായിരിക്കും ഇതൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ അവളിനെ അതിനൊരു വഴക്കുണ്ടാക്കും, ഞാൻ പറയുന്നത് കേട്ടില്ല. സത്യത്തിൽ അവളെ ഒന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് രാവിലെ ഉണരുമ്പോൾ തന്നെ ഇത്തരം സംസാരങ്ങൾ വേണോ, അത് വേണ്ട, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് സൗമ്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും കാര്യം മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസത്തെ ശീലം, രാവിലെ ഉണരുമ്പോൾ തന്നെ ഭഗവാനെ വിളിച്ച്, ഇപ്പോൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും കണ്ണ് തുറക്കാതെ തന്നെയാണെങ്കിലും ഇപ്പം എഴുന്നേറ്റിരിക്കാതെ തന്നെ കണ്ണിൽ അവിടെ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് ഉണരുക. അവിടെ നല്ലൊരു പോസിറ്റീവ് നമ്മുടെ
ശരീരത്തിലേക്ക് വന്നു ചേരും. പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ പിന്നെ പറയേണ്ട കാര്യം എന്നാണ്, വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല സന്തോഷപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഓർക്കുക. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ ഇടമായിരിക്കണം. ആ സമാധാനം അവിടെ ഉണ്ടെങ്കിൽ കുടുംബ ഭദ്രതയ്ക്ക് ഏറ്റവും എന്താ സന്തോഷം നിറഞ്ഞതാക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക. വളരെ വേഗത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.